ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് 5 മിനിറ്റിൽ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഇൻസ്റ്റൻ്റായിട്ട്. ഞാനിത് രാവിലെ പൂരിക്കും ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന മസാലക്കറി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് ബാക്കി വന്നപ്പോൾ ഞാനത് ഇതുപോലെ ഒരു ബോണ്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആ ബോണ്ട സാധാരണ നമ്മളതിൽ ഉരുളക്കിഴങ്ങും സവാളയും ഒക്കെ ചേർത്തിട്ടാണ് മസാലക്കറി ഉണ്ടാക്കുന്നത്. ഞാനതിൽ ക്യാരറ്റും പട്ടാണിയും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതുപോലെ കട്ടിയാക്കിയിട്ട് നമുക്കിതുപോലെ നല്ല ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് വേസ്റ്റ് ആവുകയുമില്ല. നമ്മുടെ ബാക്കി വന്ന മസാല നമുക്കിതുപോലെ കുട്ടികൾക്ക് കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്യും. ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്കെടുക്കാം. പിന്നെ ഞാനിതിൽ ഉപയോഗിക്കുന്നത് ദോശമാവ് നമുക്ക് ഇതുപോലെ 2 തവി ദോശമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1 നുള്ളു ഉപ്പ്, 2 നുള്ളു കായപ്പൊടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൂടെ തന്നെ ഒരു 1/8 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ നമ്മളതിൽ മുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മാവ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മസാല ബോൾസ് അതിലേക്ക് മുക്കിയിട്ട് നല്ല ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരാം. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റിൽ തന്നെ നല്ല ടേസ്റ്റുള്ള നല്ല സ്വാദുള്ള ഒരു സ്നാക്ക് തയ്യാറാവും. അപ്പോൾ ഇത് നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് 2 സൈഡും നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നമുക്കിത് ആരെങ്കിലും വന്നാൽ തന്നെ പെട്ടെന്ന് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. കുട്ടികൾക്കും സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് 2 സൈഡ് നല്ലപോലെ ഗോൾഡൻ കളറായി വന്നു. നമുക്കിത് എടുത്തു മാറ്റാം എണ്ണയിൽ നിന്നും. എന്നിട്ട് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെയോ ടൊമാറ്റോ സോസിൻ്റെയോ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ തേങ്ങാ ചട്നിയുടെ കൂടെയും സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻ്റായിട്ടുള്ള ബോണ്ട റെഡിയായി. നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇത് വളരെ സോഫ്റ്റായിട്ടുള്ളൊരു ബോണ്ടയാണ്. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്രിസ്പാവണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.